ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ വന്നിട്ട് അപ്പം നമുക്ക് ഇന്ന് ഒരു അടിപൊളി ഡിഷ് തന്നെ തയ്യാറാക്കാം. സദ്യക്കൊപ്പം ഒരു സൈഡ് ഡിഷായി വിളമ്പാവുന്നതും കുമ്പളങ്ങയും വൻപയറും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുമായ ഓലനാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് അരക്കപ്പ് പയർ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. 3 വിസിലിന് ശേഷം ഇതിന്റെ വേവ് നോക്കുക. ഇത് ഉപ്പിടാണ്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി കുമ്പളങ്ങ 400 ഗ്രാം വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കനം കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇത് വേവിച്ച് വെച്ച പയറിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം തേങ്ങയുടെ 2/2 പാൽ 200 ml ചേർത്ത് കൊടുക്കുക. ഇനി അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഉപ്പ് ചേർക്കുന്നില്ല. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം 4 മിനിറ്റ് നേരമാണ് അടച്ചു വെച്ച് വേവിക്കേണ്ടത്. 4 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് ഇളക്കുക. ഇനി ഇത് തുറന്ന് വെച്ച് വേവിക്കണം. ഏകദേശം ഒരു 3 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കുക. ശേഷം അരക്കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, തേങ്ങയുടെ 1/4 പാൽ ചേർത്ത ശേഷം അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയാണ്. അതിനുശേഷം ഇത് 10-15 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്ന് പറയുന്നത് സദ്യ കഴിക്കുമ്പോൾ മറ്റു കറികളുടെ രുചി നാവിൽ നിന്ന് മാറാതിരിക്കാനാണ് ഉപ്പില്ലാതെ ഓലൻ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.